രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിൽ സന്ദീപ് വാര്യർക്ക് നിർണായകമാണ്. സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. കോൺഗ്രസിന്റെ രഞ്ജിത പുളിക്കലിന്റെ ഹർജിയിലും ഇന്ന് വിധി പറയുന്നുണ്ട്. അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് സേതു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസിലെ 2 പേർക്ക്, അതായത് രാഹുലിന്റെ പടയാളികളായിട്ടുള്ള 2 പേർക്ക് ഇന്ന് നിർണായകമായിട്ടുള്ള ദിവസമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് പാടില്ല, അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിശദമായ വാദം കോടതിയിൽ പൂർത്തിയായതിനു ശേഷമാണ് ഇന്ന് ഇരു ജാമ്യാപേക്ഷയിലും വിധി വരാനിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 11 മണിയോടുകൂടി ഈ കേസ് പരിഗണിച്ച് അതിലൊരു വിധി നിർണ്ണയിക്കുക. എന്തായാലും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപം നടത്തി എന്ന കേസിലാണ് ഇരുവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4ാം പ്രതിയാണ് ഈ സന്ദീപ് വാര്യർ, 1ാം പ്രതിയാണ് ഈ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കലും. അപ്പോൾ ഇരുവരെയും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടില്ല. ഇരുവരും തെറ്റ് ചെയ്തിട്ടില്ല, അത്തരത്തിലൊരു അധിക്ഷേപം നടത്തിയിട്ടില്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇവരുടെ പ്രതിഭാഗം അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ നിരത്തിയിട്ടുള്ളത്. ഇതിൽ ഇന്നലെ വിശദമായ വാദം കേട്ടു. ഇന്നാണ് ഇതിലിനിയൊരു വിധി വരിക. ഓക്കെ അഞ്ജു, ശരി.